ഒരുങ്ങി ഇറങ്ങി വരുന്നത് കണ്ടപ്പോ ഈ വീട്ടിൽ നിന്ന് എന്നെ പോവാണോ എന്ന് അറിയാൻ വേണ്ടി ചോദിച്ചതാ. എന്റെ ജീവിതത്തിലേക്ക് നീ വലിഞ്ഞു കയറി വന്നവളല്ലേ. തനിയെ ഇറങ്ങിപ്പോയാ അത്രയും സന്തോഷായനെ. എന്തിനാ രാഹുലേട്ട എന്നോട് ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്? എന്തുമാത്രം സ്നേഹമായിരുന്നു നമ്മൾ തമ്മില്. സ്നേഹോ? എനിക്കോ? എടി, ഞാൻ നിന്നെ സ്നേഹിച്ചിട്ടേ ഇല്ല. ഞാൻ പല പ്രാവശ്യം നിന്നോട് പറഞ്ഞു കഴിഞ്ഞു. എന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഞാൻ നിന്നോട് അടുത്തിടപഴകി. അത് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. അതിനെ സ്നേഹമായിട്ട് നീ കണ്ടത് നിന്റെ തെറ്റ്. നിനക്ക് ചിലപ്പോ എന്നിൽ നിന്ന് കിട്ടിയതൊക്കെ നല്ലോണം ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും. അത് വീണ്ടും വീണ്ടും കിട്ടണമെന്ന് നിനക്ക് ആഗ്രഹവും ഉണ്ടാവും. പക്ഷേ എനിക്ക് ഒരു പ്രാവശ്യം ഉപയോഗിച്ച സാധനങ്ങൾ പിന്നെയും പിന്നെയും ഉപയോഗിക്കാൻ ഒരു മടുപ്പ, അറപ്പ. മനസ്സിലായോ? അവളുടെ ഒരു സ്നേഹം. നീ എന്താടി കരുതിയത്? ഞാൻ നിന്നെ കല്യാണം കഴിച്ച് ഈ വീട്ടിൽ കൊണ്ടുവന്ന നിന്നോട് എനിക്ക് സ്നേഹം ഉണ്ടാവുന്നു? അതോ ഈ കൈലാസത്തിലെ രാജ്ഞിയാവാന്നോ? അങ്ങനെ എന്തെങ്കിലും ചിന്ത നിന്റെ മനസ്സിലുണ്ടെങ്കിൽ അതിനൊരു സോപ്പ് കുമിളയുടെ ആയുസ് പോലും ഞാൻ തരില്ല. കുത്തി പൊട്ടിച്ചുളയും ഞാൻ. മനസ്സിലായി? രാഹുലേട്ട, ഞാൻ രാഹുലേട്ടനെ സ്നേഹിച്ചത് ആത്മാർത്ഥമായിട്ടാ. രാഹുലേട്ടന്റെ സ്വത്തോ പണോ ഒന്നും കണ്ടിട്ടല്ല. രാഹുലേട്ടന്റെ സ്നേഹം ആത്മാർത്ഥമാണെന്ന് എനിക്ക് തോന്നിയതുകൊണ്ടാ ഞാൻ രാഹുലേട്ടനെ സ്നേഹിച്ചത്. രാഹുലേട്ടൻ ഒരു കാര്യം മനസ്സിലാക്കണം. ഞാനൊരു പെണ്ണ. ഒരു പെണ്ണിന്റെ മനസ്സിൽ ഒരാൾ സ്ഥാനം പിടിച്ച അതൊരിക്കലും മാറില്ല. മറക്കാൻ കഴിയില്ല അയാളെ, മരണം വരെ. നീ ഒരു കാര്യം മനസ്സിലാക്കണം. മനുഷ്യന് ജന്മസിദ്ധമായിട്ട് കിട്ടിയ കുറച്ച് ഗുണങ്ങളുണ്ട്. അതിൽ പെടുന്നതാണ് ഈ മറവി. മനുഷ്യൻ മാറും, മറക്കും, മരിക്കും. ഞാൻ മരിക്കുമായിരിക്കും, പക്ഷെ ഞാൻ രാഹുലേട്ടനെ മറക്കില്ല. മറക്കാൻ കഴിയില്ല എനിക്ക്. അതൊരിക്കൽ രാഹുലേട്ടന് മനസ്സിലാവും. നിന്ന് ചിലക്കാണ്ട് ഇറങ്ങി പോടി. എന്നിട്ട് പോയി ചാവ്. പോ. എന്താ രാജി, എന്തോറ്റി? ഒന്നുമില്ല ചേച്ചി, വാ നമുക്ക് പോവാം. നമ്മുടെ രണ്ട് ശത്രുക്കളും ഒരുമിച്ചാണല്ലോ പോയിരിക്കുന്നത്. ഇത് രണ്ടിന്റെ ഒടുക്കത്തെ പോക്കായാ മതിയായിരുന്നു. അതെ, ഈ പോക്കിൽ രണ്ടും ഒരുമിച്ചെന്ന് തീർന്നാ ഈ വീടിന് സമാധാനം കിട്ടിയേനെ. അവരിനി തിരിച്ചു വരില്ല. രണ്ടു പേരുടെ ഒടുക്കത്തെ പോക്ക് തന്നെയായത്. അതിനു വേണ്ട കാര്യങ്ങൾ ഞാൻ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. ആണോ? അതേന്ന്. രണ്ടുപേരും ഇവിടെ നിന്ന് പുറപ്പെട്ട കാര്യം ഞാൻ ആദ്യം അവരെ ഒന്ന് വിളിച്ചറിയിക്കട്ടെ. പോട്ടെ, ഓരോരുത്തരായി പോയി ചാവട്ടെ. ആദ്യം ഇവളുമാര് രണ്ടുപേരും, അത് കഴിഞ്ഞ് ദേവയാനി, അത് കഴിഞ്ഞ് രാഹുൽ, അത് കഴിഞ്ഞ് മാളു, അത് കഴിഞ്ഞ് മഹി. അയ്യോ, അത് വേണോ? മഹേട്ടിനെ കൊല്ലണോ? നിനക്കെന്താ പെട്ടെന്നൊരു മനമാറ്റം? നീ തന്നെയല്ലേ അവനെയും കൂടി കൊല്ലാൻ ആളെ ഏർപ്പാടാക്കിയത്? അതൊക്കെ മറന്ന് പെട്ടെന്ന് പ്രേമമായോ? പ്രേമവും മണ്ണാങ്കട്ടയൊന്നും അല്ല. എല്ലാരും കൂടി ഒരുമിച്ച് തട്ടിയാലേ നമ്മൾ അകത്ത് പോയി കിടക്കേണ്ടി വരും. അയ്യോ, അതെങ്ങനെ? അമ്മ, ഒരു കുടുംബത്തിലെ എല്ലാരെയും പലപ്പോഴായിട്ട് കൊന്നു കളഞ്ഞിട്ട് അവസാനം പിടി വീണൊരു പെണ്ണുപിള്ളയില്ലേ, ആ അവസ്ഥയായിരിക്കും നമുക്ക്. അത് വേണോ? വേണ്ട. അതുമാത്രമല്ല, എങ്ങാനും ജയിലിൽ പോയി കഴിഞ്ഞാലേ ടെൻഷനാവുമ്പോ എനിക്ക് ഇടയ്ക്ക് തിന്നാനും ഒന്നും കിട്ടില്ല. അപ്പൊ അറിയാലോ. അപ്പോ അത്യാവശ്യം പ്രശ്നക്കാരെ മാത്രം നമുക്ക് തട്ടാം. മനസ്സിലായി. ഹലോ ഹലോ, അവര് രണ്ടുപേരും ഇവിടെ നിന്ന് പുറപ്പെട്ടിട്ടുണ്ട്. ഞാൻ കാറിന്റെ ഫോട്ടോയും നമ്പരും നിങ്ങൾക്ക് സെൻഡ് ചെയ്തിട്ടുണ്ട്.
ശരി സാർ, ഞങ്ങൾ നോക്കിക്കോളാം. വെറുതെ നോക്കിയാ പോരാ, രണ്ടിനെയും തീർത്തേക്കണം. ഇനി ഇതുപോലൊരു അവസരം കിട്ടിയെന്ന് വരില്ല. അത് ഞങ്ങൾ ഏറ്റു സാർ. ഓക്കെ, കാര്യം കഴിഞ്ഞിട്ട് എന്നെ വിളിക്കേ. നിങ്ങൾക്ക് വേണ്ടതെല്ലാം റെഡിയാണ്. ശരി സാർ, ഓക്കെ. ഓക്കെ. നീ എന്താ രാജി ആലോചിക്കുന്നേ? ഒന്നുമില്ല ഗംഗേച്ചി. കൈലാസം വീട്ടില് എന്റെ ലൈഫ് ഇനി എങ്ങനെയാവുമെന്ന് ആലോചിക്കുമ്പോ നീ വിഷമിക്കണ്ട. ശ്രീ മഹേശ്വരൻ എല്ലാത്തിനും ഒരു പോംവഴി കണ്ടെത്തി തരും. നിനക്കറിയോ, എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ച ദുഃഖങ്ങളും സങ്കടങ്ങളും അതൊക്കെ ഓർത്ത് വിഷമിക്കാനാണെങ്കിൽ എനിക്ക് മറ്റൊന്നിനും കഴിയില്ല. നീ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട. ഇതേ പോകുന്നത് അവരുടെ കാരണം. ആ വണ്ടിയുടെ പുറകെ കേട്ടോ. എവിടെ? എന്റെ ശ്രീമഹേശ്വര, നിന്റെ അനുഗ്രഹം കൊണ്ട് എനിക്ക് ആ വ്രതം ഭംഗിയായി പൂർത്തിയാക്കാൻ സാധിച്ചു. അതുകൊണ്ട് ഗൗരി ചേച്ചി രക്ഷിക്കാൻ സാധിച്ചത്. എന്നും എനിക്കൊപ്പം ഈ അനുഗ്രഹം ഉണ്ടാവണേ ഭഗവാനെ. എന്റെ മഹേട്ടനും മാളുവിനും ഒരു ആപത്തും വരുത്തരുത്. അവർക്ക് ആയുസ്സും ആരോഗ്യം കൊടുത്ത് അനുഗ്രഹിക്കണേ. പ്രശ്നങ്ങളൊന്നുമില്ലാതെ മഹേട്ടനും മാളുവിനും ഒപ്പം സന്തോഷത്തോടെ കഴിയാനുള്ള ഭാഗ്യം എനിക്ക് തരണേ ശ്രീ മഹേശ്വര. ഭഗവാനെ, രാഹുലേട്ടന് എന്നോടുള്ള ദേഷ്യവും വൈരാഗ്യവും ഒക്കെ മാറി ഐശ്വര്യമുള്ള ഒരു ജീവിതം ഞങ്ങൾക്ക് തന്നെ അനുഗ്രഹിക്കണേ ഭഗവാനെ. രാഹുലേട്ടനാണ് എൻ്റെ എല്ലാം. ഈ ലോകത്ത് ഞാൻ എന്തിനേക്കാളും രാഹുലേട്ടനെ സ്നേഹിക്കുന്നുണ്ടെന്ന് രാഹുലേട്ടന് മനസ്സിലാക്കി കൊടുക്കണേ ഭഗവാനെ. ആ ഗംഗമോളെ കണ്ടിട്ട് ഒരുപാട് നാളായല്ലോ. കൂടെ ആരാ പുതിയ ആള്? രാഹുലേട്ടന്റെ ഭാര്യ ഏത് തിരുമേനി? ആഹാ, പുതുപ്പെണ്ണാണല്ലേ. മനസ്സ് തുറന്ന് പ്രാർത്ഥിച്ചോളൂ. വിളിച്ചാ വിളിപ്പുറത്തുള്ള ശ്രീമഹേശ്വരനാ. ശരി തിരുമേനി. രണ്ടാളും പ്രദക്ഷിണം കഴിഞ്ഞ് വന്നോളൂ. പ്രസാദം തരാം. ശരി തിരുമേനി, ശരി. രാഹുൽ സാറാണല്ലോ. കാര്യങ്ങൾ എന്തായെന്ന് അറിയാൻ വിളിച്ചായിരിക്കും. നീ ഫോൺ എടുക്കടാ. ഹലോ സാർ. എന്തായി? അവളുമാര് ചത്തോ? ഇല്ല സാർ, അവർ രക്ഷപ്പെട്ട് ക്ഷേത്രത്തിലെത്തി. ഇത് പറയാനാണോ
നിനക്കൊക്കെ കാശും തന്ന് അവരുടെ പുറകെ വിട്ടത്? ശ്ശേ! ഞങ്ങൾ മാക്സിമം ശ്രമിച്ചതാ, പക്ഷെ അവർക്ക് ഒടുക്കത്തെ ആയുസാണെന്ന് തോന്നുന്നു. എത്ര ആയുസ് ഉണ്ടെങ്കിലും ഇന്ന് അവര് തിരിച്ച് വീട്ടിലെത്താൻ പാടില്ല. തിരിച്ച് മലയിറങ്ങുമ്പോ തട്ടിക്കളഞ്ഞേക്കണം രണ്ടിനെയും. ശരി സാർ, സാറിന് ഞങ്ങളെ വിശ്വസിക്കാം. അവരിനി വീട്ടിലേക്ക് തിരിച്ചു വരുന്നത് ഡെഡ് ബോഡി ആയിട്ടായിരിക്കും. ഓ, വെറുതെ പ്രസംഗിക്കണ്ട, കാര്യം നടത്തി കാണിക്ക്. ഇല്ലെങ്കിലുണ്ടല്ലോ എന്റെ തനി സ്വരൂപം നീയൊക്കെ കാണും. കേട്ടാ? ഓക്കെ സാർ. സാറ് നല്ല ദേഷ്യത്തിലാ. ഇന്ന് തന്നെ കാര്യം നടത്തണം. അവളുമാര് വണ്ടി കയറുന്നുണ്ട്. വണ്ടിയെടു. ചേച്ചി പറഞ്ഞ പോലെ ഇപ്പൊ മനസ്സിനൊരു സമാധാനമൊക്കെ തോന്നുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ എല്ലാത്തിനും ഒരു പരിഹാരം ഉണ്ടാവുമെന്ന്. ചേച്ചി കൂടെ ഇല്ലായിരുന്നെങ്കിൽ എന്റെ അവസ്ഥ എന്താവുമായിരുന്നു? രാഹുലേട്ടന്റെ സ്വഭാവം മാറ്റിയെടുക്കാനായ മതിയായിരുന്നു. നിന്നെ പോലെ സ്നേഹിക്കാൻ അറിയാവുന്ന ഒരു പെൺകുട്ടിയെ ഭാര്യയായി ലഭിച്ച രാഹുലേട്ടന് നിന്റെ സ്നേഹം കണ്ടില്ലെന്ന് എത്ര നാൾ നടിക്കാനാവും? ഏത് ദുഷ്ടതയും സ്നേഹം എന്ന മരുന്നുകൊണ്ട് മാറ്റിയെടുക്കാനാവും. ദേ ഗംഗേച്ചി, അങ്ങോട്ടൊന്ന് നോക്കിയേ. അവിടെ എന്തു ഭംഗിയാ. നമുക്കതൊരുന്ന് പോയാലോ? അത് വേണോ രാജി? വീട്ടിലെത്താൻ ലേറ്റ് ആവും. ഇത് കാണുമ്പോ മനസ്സിന് നല്ല ആശ്വാസവും സമാധാനവും തോന്നുന്നുണ്ട്. അതുകൊണ്ട് പറഞ്ഞ ചേച്ചി. ചേട്ടാ, വണ്ടി ഒന്ന് അങ്ങോട്ടേക്ക് പോവോ? ശരി മാഡം.
ഹലോ മഹേട്ട, ഗംഗേച്ചി. എന്താ നീ കാര്യങ്ങൾ തെളിച്ചു പറ. ശരി, ഞാൻ വരാം. ഗംഗേച്ചി. ഗംഗേച്ചി. ഡോക്ടർ പരിശോധിച്ചുകൊണ്ടിരിക്കുക. ഒന്ന് വെയിറ്റ് ചെയ്യണം. ഡോക്ടർ വന്ന് വിവരം പറയും. ഗംഗയ്ക്ക് എങ്ങനെയുണ്ട് ഡോക്ടർ? ഗംഗയുടെ ഇപ്പോഴത്തെ അവസ്ഥ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. തലയ്ക്ക് നല്ല ക്ഷതമേറ്റിട്ടുണ്ട്. ഇനി എന്താ ഡോക്ടർ ചെയ്യേണ്ടത്? നിങ്ങൾ ഇങ്ങനെ തളരരുത്. മനോധൈര്യത്തോടെ ഇരിക്കൂ. ഗംഗയ്ക്ക് ഉടനെ ഒരു ഓപ്പറേഷൻ വേണ്ടി വരും. അത് കഴിഞ്ഞ് എന്തെങ്കിലും പറയാൻ പറ്റൂ. ഗംഗേച്ചി എങ്ങനെയെങ്കിലും രക്ഷിക്കണം ഡോക്ടർ. എന്നാൽ കഴിയുന്നതിന്റെ മാക്സിമം ചെയ്യാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട്. ബാക്കിയെല്ലാം ഈശ്വരന്റെ കയ്യിലാണ്. നന്നായി പ്രാർത്ഥിച്ചോളൂ. മഹേട്ട, വിഷമിക്കാതെ. ഗംഗേച്ചിക്ക് ഒന്നും സംഭവിക്കില്ല. എന്റെ ജീവിതത്തിലേക്ക് വന്നതിൽ പിന്നെ ഗംഗയ്ക്ക് ഇങ്ങനെ ഓരോ ദുരിതങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നത്. എന്നെ സ്നേഹിക്കുന്നവരെല്ലാം ഈശ്വരൻ കഷ്ടപ്പെടുത്തുക. അങ്ങനെയൊന്നും പറയില്ല മഹേട്ട. ധൈര്യമായിട്ടിരിക്കും. ഗംഗേച്ചി പൂർണ്ണ ആരോഗ്യത്തോടെ നമുക്ക് തിരികെ കിട്ടും. മോള് വിഷമിക്കണ്ട, നമുക്ക് കാണാം. വാ.
ഇവിടെ ഇരിക്കും മാളു.